ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗതയുള്ള ട്രെയിൻ വരുന്നു. കോച്ച് പ്രൊഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് ട്രെയിൻ നിർമ്മാണം അംഗീകരിച്ചത്. മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 2 പുതിയ ട്രെയിനുകൾ നിർമ്മിക്കാൻ റെയിൽവേ ബോർഡ് അംഗീകാരം നൽകി. ഇന്ത്യയുടെ സെമി ഹൈ സ്പീഡ് റെയിൽ മുന്നേറ്റത്തിന് ഒരു പ്രധാന ചുവടുവയ്പായി ഇത് മാറും. 2027-28 കോച്ച് പ്രൊഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ട്രെയിൻ നിർമ്മാണം അംഗീകരിച്ചത്. ഓരോ ട്രെയിനിലും ബ്രോഡ്ഗേജ് ട്രെയിൻ സെറ്റുകളായി നിർമ്മിച്ച് 16 കോച്ചുകളാണ് ഉണ്ടാവുക. പുതിയ ട്രെയിനുകൾ വന്ദേ ഭാരതിനേക്കാൾ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നവയാണ്. നിലവിൽ വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ പരമാവധി വേഗത 180 കിലോമീറ്ററാണ്. പുതിയ ട്രെയിൻ ഡിസൈൻ സ്പീഡ് 220 കിലോമീറ്റർ ആണെങ്കിലും 200 കിലോമീറ്റർ വേഗതയിലാകും സഞ്ചരിക്കുക. വന്ദേ ഭാരത് ട്രെയിനുകളുടെ പരമാവധി പ്രവർത്തന വേഗത 160 കിലോമീറ്ററാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഡൽഹി സർക്കാർ പുതിയ നയം പ്രഖ്യാപിച്ചു. 2027 മുതൽ ഘട്ടം ഘട്ടമായി പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനാണ് പദ്ധതി. ഡൽഹിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന പുതിയ നയം പുറത്തിറങ്ങി. 2029 മുതൽ ഇലക്ട്രിക് മുച്ചക്ര വാഹനങ്ങൾ മാത്രം രജിസ്റ്റർ ചെയ്യാൻ അനുമതി ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇരുചക്ര വാഹനങ്ങളും ഇലക്ട്രിക് മാത്രമായിരിക്കും. ഡെലിവറി സർവീസുകൾക്കായി ഉപയോഗിക്കുന്ന 2 വീലറുകളും ഗുഡ്സ് വാഹനങ്ങളും 2027 മുതൽ ഇലക്ട്രിക് ആയിരിക്കണം. നിലവിലെ പെട്രോൾ വാഹനങ്ങൾക്ക് 2026 ഡിസംബർ വരെ മാത്രം അനുമതി നൽകും. സ്കൂൾ ബസ്സുകളും ഘട്ടം ഘട്ടമായി ഇലക്ട്രിക്കിലേക്ക് മാറും. 2030 30% സ്കൂൾ വാഹനങ്ങൾ ഇലക്ട്രിക് ആക്കാനാണ് ലക്ഷ്യം. പുതിയതായി വാങ്ങുന്ന എല്ലാ സർക്കാർ വാഹനങ്ങളും ഇലക്ട്രിക് ആയിരിക്കണം. സർക്കാർ ആവശ്യങ്ങൾക്കായി വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങൾ ഇനി മുതൽ 100% ഇലക്ട്രിക് ആയിരിക്കണം. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സബ്സിഡികളും ചാർജിംഗ് സൗകര്യങ്ങളും സർക്കാർ ഉറപ്പാക്കും. പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനത്തിലേക്ക് ഡൽഹിയെ മാറ്റുകയാണ് ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ കേരള വാർത്തകൾ നോക്കാം. സ്വകാര്യ ബസ്സുകളിൽ സീറ്റുകൾ കുത്തി നിറച്ചാൽ പിടിവീഴും. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളുടെയും സീറ്റുകൾ തമ്മിൽ നിയമാനുസൃതമായ അകലമുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് ഉത്തരവ്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന എല്ലാ പ്രൈവറ്റ് ബസ്സുകളിലെയും സീറ്റുകൾ തമ്മിൽ നിയമാനുസൃത അകലമുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന ഉത്തരവ്. ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഇതിനാവശ്യമായ നിർദ്ദേശം ട്രാൻസ്പോർട്ട് കമ്മീഷണർ എല്ലാ RTOമാർക്കും നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. സ്വകാര്യ ബസ്സുകളിൽ സീറ്റുകൾക്കിടയിൽ നിശ്ചിത അകലം പാലിക്കുന്നില്ലെന്നും കൂടുതൽ സീറ്റുകൾ കുത്തിനിറയ്ക്കുന്നത് കാരണം യാത്രക്കാരുടെ കാൽമുട്ടുകൾ സീറ്റുകൾക്കിടയിൽ കുടുങ്ങുന്നുവെന്നും കാണിച്ച് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി TC വിജീഷാണ് പരാതി നൽകിയത്. സ്വകാര്യ ബസ്സുകളിലെ സീറ്റുകൾ തമ്മിൽ 68.5 സെന്റിമീറ്റർ അകലമുണ്ടായിരിക്കണമെന്ന് RTO മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകി. യാത്രക്കാർക്ക് പരാതിയുള്ള ബസ്സുകളുടെ നമ്പർ അധികൃതരെ അറിയിക്കാവുന്നതാണ്. വാഹന പരിശോധനയ്ക്കിടെ നിയമലംഘനം കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. തിങ്കളാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 12 ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ കടുത്ത ചൂട് തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നേക്കും. കൊല്ലത്ത് 39 ഡിഗ്രി വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും താപനില രേഖപ്പെടുത്താനിടയുണ്ട്. തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കും. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ അധിക ചൂട് അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഉയർന്ന താപനിലയ്ക്കൊപ്പം ഈർപ്പമുള്ള വായുവും ഉണ്ടാകുന്നതിനാൽ മലയോര മേഖലകളിൽ ഒഴികെ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ചൂടും അസ്വസ്ഥതയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.